പുതിയ മന്ത്രിസഭയും പുതിയ സർക്കാരും വന്നതോടെ പഴയ പല ഉദ്യോഗസ്ഥരിൽ ചിലർക്കൊക്കെ സ്ഥാനചലനമുണ്ടായി. പലരും ട്രാൻസ്ഫറായി പോകുന്നു. പക്ഷേ അനിയന്ത്രിതമായൊരു ട്രാൻസ്ഫറോ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായ ട്രാൻസ്ഫറുകളോ ഒന്നും തന്നെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ചില ഉദ്യോഗസ്ഥർ അത് സർക്കാർ സംവിധാനങ്ങൾക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ആ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദോഷം ചെയ്യും എന്നതുകൊണ്ട് മാത്രം അവരെ സ്ഥലം മാറ്റുകയും, പ്രത്യേകിച്ചും പോലീസ് തലപ്പത്തും അതുപോലെ സിവിൽ സർവീസ് തലപ്പത്തുമൊക്കെ അത്തരം അഴിച്ചുപണികൾ നടക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടു. അതായത് ഒരു UDF മുഖം പൊതുവെ ഉദ്യോഗസ്ഥർക്കടക്കം കൈവന്നിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വരുത്തിയിരിക്കുന്നു എന്നത് അതൊരു തെറ്റ് പറയാൻ പറ്റില്ല. ഏത് സർക്കാർ പുതിയതായിട്ട് മാറി വന്നാലും അത്തരം നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ വേണ്ട എന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞതായുള്ള ഒരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. സത്യമായ വാർത്തയാണെന്നാണ് തോന്നുന്നത്. PRDയിൽ അസാധാരണ രീതിയിലുള്ള മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് PRD ഉദ്യോഗസ്ഥനാണ്, പിണറായി വിജയനൊപ്പം ജോലി ചെയ്തതാണ്. അപ്പം ആ രീതിയിൽ അദ്ദേഹത്തെ വേണ്ട, ഇനി അദ്ദേഹം തനിക്കൊപ്പം ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ തൻ്റെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയുടെ ഭാഗമാകണ്ട എന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞതായിട്ടാണ് വാർത്ത. അത്തരത്തിൽ ഒരു നടപടി ശരിയാണോ എന്നറിയില്ല. എന്നാൽ പോലും ഈ പിണറായിക്കൊപ്പം ജോലി ചെയ്ത വ്യക്തിയെ വേണ്ട എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അതല്പം ഒരു സങ്കീർണതയും അസ്വസ്ഥതയും പൊതുവെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു നടപടി ആ പറഞ്ഞ രീതിയിൽ വേണമായിരുന്നോ എന്ന് സംശയിക്കുന്നവരും ഇപ്പോഴുണ്ട്. ഷിബു ബേബി ജോണിനെ പോലൊരു വ്യക്തി അത്തരത്തിൽ പറയുകയോ പെരുമാറുകയോ ചെയ്യുന്ന വ്യക്തിയല്ല. എന്നാൽ പോലും അദ്ദേഹം അത് പറഞ്ഞത് ഏത് അവസരത്തിലാണ്, അല്ലെങ്കിൽ ഏതൊരു സന്ദർഭത്തിലാണ്, ഏതൊരു ആശയത്തിൻ്റെ പിന്നിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നടക്കുന്നത്. പിണറായിക്കൊപ്പം ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെ വേണ്ട എന്നാണ് ഷിബു ബേബി ജോൺ. മാത്രമല്ല, ഉദ്യോഗസ്ഥന് അസാധാരണ സ്ഥലം മാറ്റവും കിട്ടി. PRDയിൽ അസാധാരണ സ്ഥലമാറ്റമുണ്ടായി. PRD ഉദ്യോഗസ്ഥന് 5 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ ട്രാൻസ്ഫറാണ് നൽകിയത്. വനം വകുപ്പ് PRO സ്ഥാനത്ത് നിന്നാണ് അഭിലാഷ് AC എന്ന ഉദ്യോഗസ്ഥരെ മാറ്റിയത്. PRO ആയി നിയമിച്ച് 5 ദിവസത്തിനുള്ളിലാണ് ഈ സ്ഥലമാറ്റം. പിണറായി വിജയന്റെ ഓഫീസിൽ 10 വർഷം PR വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഈ അഭിലാഷ് എന്ന വ്യക്തി. സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാകുന്ന അവസരത്തിൽ വനം വകുപ്പ് കൂടുതൽ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. നമുക്ക് ഈ അസാധാരണ സ്ഥലമാറ്റത്തെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരിക്കാം. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം ആ ഉദ്യോഗസ്ഥനെ വേണ്ട എന്ന് പറഞ്ഞതായിരിക്കാം. മാത്രമല്ല, 10 വർഷം പിണറായിയുടെ കൂടെ ജോലി ചെയ്യണമെങ്കിൽ അദ്ദേഹം ഒരു CPM അനുഭാവി കൂടിയായിരിക്കാം, അല്ലെങ്കിൽ CPMന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരിക്കാം എന്നുള്ള ഒരു സംശയം ഷിബു ബേബി ജോൺ തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അസാധാരണ സ്ഥലം മാറ്റത്തിലൂടെ അദ്ദേഹത്തെ ഇപ്പോൾ വനം വകുപ്പ് PRO എന്നുള്ള തസ്തികയിൽ നിന്ന് മാറ്റിയത്. ഇതുപോലെ ധാരാളം പേർ പിണറായി പക്ഷത്ത്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒപ്പമുണ്ടായിരുന്ന നിരവധി ഉദ്യോഗസ്ഥർ, പല രീതിയിൽ പിടിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. വർഷങ്ങളായി ട്രാൻസ്ഫർ, പാർട്ടി സ്വാധീനം മൂലം ട്രാൻസ്ഫർ ഇല്ലാതെ ആ നിയമത്തെ, ട്രാൻസ്ഫർ നിയമങ്ങളെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ധാരാളം ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിലും മറ്റ് വിവിധ വകുപ്പുകളിലുമൊക്കെ തന്നെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ തീർച്ചയായിട്ടും അവർക്ക് അർഹമായ കാര്യം. കാരണം ഒരാൾക്ക് സ്ഥിരമായി ഒരു പോസ്റ്റിൽ, ഒരു സ്ഥലത്ത് തന്നെ ജോലി കൊടുക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അങ്ങോട്ട് വരേണ്ട ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു ചാൻസാണ്, ആ ഒരു സാധ്യതയാണ് അവിടെ ഇല്ലാതാകുന്നത്. ഒരാൾ തന്നെ സ്ഥിരമായി ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കാലാവധി കഴിഞ്ഞിട്ടും ഈ ട്രാൻസ്ഫർ നിയമങ്ങളെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രത്യേകമായ ഉത്തരവും പ്രകാരമൊക്കെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇത്തരത്തിൽ അനവധി ഉദ്യോഗസ്ഥരെ സെക്രട്ടേറിയറ്റിലും അദ്ദേഹത്തിന്റെ ഓഫീസിലും വിവിധ വകുപ്പുകളിലും PRDയിലും ഒക്കെ തന്നെ നിയമിക്കുകയും അവിടെ 5 കൊല്ലവും 10 കൊല്ലവും ഒക്കെ ഇരുത്തുകയും ചെയ്തിരുന്നു. ഈ അഭിലാഷ് എന്ന വ്യക്തി 10 കൊല്ലമായിട്ട് വനം വകുപ്പിന്റെ PR വിഭാഗത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പിണറായി വിജയൻ സർക്കാർ 2016 അധികാരത്തിൽ എത്തിയപ്പോൾ വന്നതായിരിക്കാം. 10 കൊല്ലവും അദ്ദേഹത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് പ്രൊമോഷനും മറ്റേ ഗ്രേഡും കാര്യങ്ങളുമൊക്കെ കിട്ടിക്കാണും, പക്ഷേ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പം അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ വനം വകുപ്പിന്റെ PRO ആയി വരേണ്ട എന്ന് ഷിബു ബേബി ജോൺ തീരുമാനിച്ചെങ്കിൽ, വനം മന്ത്രി തീരുമാനിച്ചെങ്കിൽ, നമുക്ക് അങ്ങനെ കണ്ണടച്ച് അദ്ദേഹത്തെ കുറ്റം പറയാനും ആകില്ല.